ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ധാബ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഉള്ള ഒരു കോഴിയാണ്. അത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു വെക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാല പുരട്ടി വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഈ ഒരു മുറി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇതൊന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് സവോള ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 തക്കാളി ഇതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 8-10 വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ നമുക്കിതൊന്ന് ആദ്യമേ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചിക്കൻ വേകാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കോഴി ഒരു 16 കഷ്ണമായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കൻ എല്ലാം 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുത്തു മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ബാക്കി ചിക്കൻ പീസും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതുപോലെ 2 സൈഡും ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തു. ഇനിയും നമുക്ക് ബാക്കി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ധാബ സ്റ്റൈൽ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതാണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ജീരകവും പെരിഞ്ജീരകവും 2 ഏലക്കായും ഒരു വലിയ കഷ്ണം കറുവാപ്പട്ടയും ഒരു 3-4 ഗ്രാമ്പും ഒരു 3-4 കുരുമുളകും കൂടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്.
അതിലേക്ക് ഒരു 4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നു വരണം. അതിന്റെ കളറൊക്കെ മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതും വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ജീരകത്തിന്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടി ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മസാല ചേർക്കാനായിട്ട്, അല്ല എങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റോളം നമുക്ക് ഈ മസാല വഴറ്റിയെടുക്കണം. അതിന്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളി മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നു വരണം. അതുവരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് അതിന്റെ എണ്ണ തെളിയുന്നിടം വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ആ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് അതിന്റെ എണ്ണ തെളിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും ആ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ വേകാൻ വേണ്ടി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചിട്ട് 8 മിനിറ്റ് ആയി. നമുക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ധാബ സ്റ്റൈലിലുള്ള ചിക്കൻ കറി റെഡിയായി. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതും ചേർത്ത് വേണമെങ്കിൽ ചാറ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം.
ഇതൊരു സെമി ഗ്രേവിയിലുള്ള കറിയാണ്, അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ മസാല പുരട്ടിയപ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിരുന്നുള്ളൂ. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഇതുപോലെ വെച്ചു എടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ധാബ ചിക്കൻ കറി റെഡിയായി. അതിനെയും ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്